ധനുഷ് ആരാധകർക്ക് എന്നും ആവേശം തരുന്ന ഒരു സിനിമയാണ് 2020-ൽ റിലീസായ പട്ടാസ്. വെറുമൊരു ആക്ഷൻ പടം എന്നതിലുപരി തമിഴ് പാരമ്പര്യത്തെയും ആയോധനകലയെയും അത്രത്തോളം മനോഹരമായി ഈ ചിത്രം അവതരിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ സിനിമയെ ഒരു ക്ലീൻ മാസ് എന്റർടൈനറാക്കി മാറ്റുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ധനുഷിന്റെ ഗംഭീര പ്രകടനം തന്നെയാണ്. ഇതിൽ അദ്ദേഹം ഇരട്ടവേഷത്തിലാണെത്തുന്നത്. മകനായ ശക്തിയും അച്ഛനായ തിരവിയും എന്ന കഥാപാത്രവും. ഒരു വശത്ത് തമാശയും ചടുലതയും നിറഞ്ഞ ശക്തി എന്ന ചെറുപ്പക്കാരൻ, മറുവശത്ത് അതീവ ഗൗരവക്കാരനും പോരാളിയുമായ തിരവിയും. ഇതിൽ തിരവിയം എന്ന അച്ഛൻ കഥാപാത്രത്തിന്റെ സ്ക്രീൻ പ്രസൻസും ആക്ഷൻ രംഗങ്ങളും ശരിക്കും പ്രേക്ഷകർക്ക് രോമാഞ്ചം നൽകുന്ന ഒന്നാണ്. സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അടിമുറൈ എന്ന പ്രാചീന തമിഴ് ആയോധനകലയെ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തിയെന്നതാണ്. നമ്മളിന്ന് കാണുന്ന പല ആയോധനകലകളുടെയും അടിസ്ഥാനമായി കരുതപ്പെടുന്ന ഒന്നാണ് അടിമുറ. സിനിമയുടെ സെക്കൻഡ് ഹാഫിലെ ട്രെയിനിംഗ് രംഗങ്ങളും ക്ലൈമാക്സ് ഫൈറ്റും അത്രത്തോളം പെർഫെക്ഷനോടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ധനുഷിന്റെ ഓരോ മൂവ്മെന്റ്സും ഒരു യഥാർത്ഥ പോരാളിയുടേതുപോലെ നമുക്ക് അനുഭവപ്പെടും. പിന്നെ പറയാതിരിക്കാൻ പറ്റാത്തത് സംഗീതമാണ്. വിവേക് മെർവിൻ ടീമിന്റെ പാട്ടുകൾ സിനിമയ്ക്ക് വലിയ ഊർജ്ജമാണ് നൽകുന്നത്. പ്രത്യേകിച്ച് ചിൽ ബ്രോ എന്ന പാട്ട് ഇന്നും യൂത്തിന്റെ ഫേവററ്റ് ലിസ്റ്റിലുണ്ട്. സിനിമയുടെ മികച്ച കളർ ഗ്രേഡിംഗും സിനിമാറ്റിക്കായ കാഴ്ചകളും ഓരോ ഫ്രെയിമിനെയും മനോഹരമാക്കുന്നു. കുടുംബബന്ധങ്ങളും ആക്ഷനും കൃത്യമായി ഒത്തുചേർന്ന പട്ടാസ് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടുനോക്കുക. ഈ സിനിമയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗം ഏതാണ്? താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി സ്പോട്ട് ടോക്സ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.